ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഓറിയന്റേഷന്റെ തേർഡ് സെഷൻ ആണ്. നിങ്ങൾ ഓൾറെഡി 2 സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഇഗ്നോയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഗ്നോയുടെ അസൈൻമെന്റ്സും അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അങ്ങനെയുള്ളതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ സെഷൻ. അപ്പൊ നമ്മളിപ്പം എത്തി നിൽക്കുന്നത് മൂന്നാമത്തെ സെഷനിലാണ്. ഇത് ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ് എന്നാണ് നമ്മുടെ ഈ ഒരു സെഷന്റെ നെയിമിംഗ് വരുന്നത്. അതായത് ഇനി ലേൺ വൈസിലെ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കൂടുതലും ഓരോ സ്റ്റേജസിലൂടെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ഈ ഒരു സെഷനിൽ പറയുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ജാൻ ബാച്ച്, അതായത് MA എക്കണോമിക്സ് ജാൻ ബാച്ചുകാർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നമ്മുടെ സ്റ്റഡീസിലേക്ക് നിങ്ങളുടെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം നമ്മുടെ ഓറിയന്റേഷന്റെ തീം എന്ന് പറയുന്നത് ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്റ്റഡീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക് നിങ്ങളിലേക്ക് നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ആ ഒരു സ്പാർക്കിനെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആ ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈ ആവുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പും ത്രൂ വീഡിയോസ് ആയിട്ട് അല്ലെങ്കിൽ പറയുന്ന ഈ ക്ലാസ്സസ് ആയിട്ട് അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഫെസിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് ക്ലാസ്സസ് ആയിട്ടും സപ്പോർട്ടായിട്ടും ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെൻഷൻസ് അല്ലെങ്കിൽ ഇന്നോവേഷൻസ് മുന്നിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഹെൽപ്പ് ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താനുള്ള എല്ലാ ഹെൽപ്പും ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എന്താണ്, അപ്പം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്, എത്ര സബ്ജക്ട്സ് ആണ് നമ്മുടെ ഈ ഒരു MA എക്കണോമിക്സിൽ വരുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം ടേബിൾ ലോഞ്ചിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എന്റെ പേര് ദുർഗ എന്നാണ്. ഞാൻ എന്നെ പരിചയപ്പെടുത്താനായിട്ട് വിട്ടുപോയി. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. നമ്മോടൊപ്പം നിങ്ങളുടെ മെന്റർ ആയിട്ടുള്ള തഹസീൻ മാം ഉണ്ട്, എക്കണോമിക്സ് മെന്റർ ആയിട്ടുള്ള തഹസീൻ മാം, ആൻഡ് ഓൾസോ റെക്കോർഡിങ്ങിനായിട്ട് നമ്മുടെ മേഘ മാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഞങ്ങൾ 3 പേരുമായിരിക്കും നിങ്ങളെ ഈ ഒരു സെഷനിലെ എല്ലാ കാര്യങ്ങൾക്കും പറഞ്ഞു തരാനായിട്ട് ഈ ഒരു സെഷനിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും കാര്യങ്ങളും ടൈം ടേബിൾ ലോഞ്ചിങ്ങും അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം ടേബിൾ എന്താണ്, നിങ്ങൾ എങ്ങനെ പഠിക്കണം, നിങ്ങളുടെ സബ്ജക്ട്സ് എന്തൊക്കെയാണ്, ഓരോ സബ്ജക്ട്സിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതിനായിട്ട് നിങ്ങളുടെ തഹസീൻ മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം മാം. ഓക്കെ, സോ വൺസ് അഗൈൻ ഞാൻ എല്ലാവരും ഈ ഒരു സെക്ഷനിലോട്ട് ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യുവാണ്. സോ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസിനെ അറിയുന്ന ഒരു സെക്ഷനാണ്. നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഇയറിൽ എത്രമാത്രം കോഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, ആ ഓരോ കോഴ്സും എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. കോഴ്സുകൾ മാത്രമല്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടൈം ടേബിളും നമ്മൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ ഏത് വീഡിയോ കാണണം, ഏത് പഠിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് തരുന്നുണ്ടാവും. സോ അത് കീപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുന്നുണ്ടായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു 1 ഇയറിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എക്സാംസ് എങ്ങനെയാണ്, അസൈൻമെന്റ്സ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിനെ പരിചയപ്പെടുന്ന സെക്ഷനാണ്. സോ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് MA EC, അതായത് MA എക്കണോമിക്സ് ആണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 6 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഒട്ടുമിക്ക പേരും അഡ്മിഷൻസ് എടുത്തവരുണ്ടായിരിക്കും, അഡ്മിഷൻ കംപ്ലീറ്റ് ആവാത്തവരുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള നിങ്ങൾ ലേൺ വൈസ് വഴി അഡ്മിഷൻ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സസിൻ്റെയും ഫുള്ളി മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം ഉള്ള ക്ലാസ്സസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഇലക്ടീവ്സ് ഇല്ല, പക്ഷെ നമുക്ക് സെക്കൻഡ് ഇയർ ബേസ് ചെയ്തൊക്കെ നമുക്ക് ഇലക്ടീവ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇലക്ടീവ് കോഴ്സും നമ്മുടെ ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഫുള്ളി മെറ്റീരിയൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെറും മെറ്റീരിയൽസ് മാത്രമായിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക, ക്ലാസ്സസ് കാര്യങ്ങൾ അവൈലബിൾ ആവില്ല. സോ മാക്സിമം നിങ്ങൾ ലേൺ വൈസ് തന്നെ ചെയ്യാനായിട്ട്, രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ നോക്കുവാണെങ്കിൽ കോർ പേപ്പേഴ്സ് ആണുള്ളത്. മൊത്തം നമുക്ക് ഒരു ഇലക്ടീവ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. 6 പേപ്പർ ആണുള്ളത്. 6 പേപ്പർ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ MEC 101 മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് അനാലിസിസ്, MEC 102 മാക്രോ എക്കണോമിക്സ് തിയറി ആൻഡ് അനാലിസിസ്, MEC 203 203 a quantitative method, MEC 109 research method in economics, MEC 205
ഇന്ത്യൻ എക്കോണമിക് പോളിസി, MEC 104 എക്കോണമിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഇത്രയും സബ്ജക്റ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. ഇതിന്റെ എല്ലാം ഫുള്ളി അവൈലബിൾ, അതായത് ഇതിന്റെ എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്. അതുപോലെ ഇതിന്റെ ക്രെഡിറ്റ്സ് നമുക്ക് സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 ഹവേഴ്സ് ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഒരു ക്രെഡിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും നമുക്ക് അതിൻ്റെതായ ക്രെഡിറ്റ്സ് വാല്യൂസും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ വീഡിയോ ക്ലാസ്സസും അതിൻ്റെ വീഡിയോ മെറ്റീരിയൽസ്, അതായത് വീഡിയോ ക്ലാസ്സസ്, അതിൻ്റെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക്, അതിൻ്റെ വാൻ നോട്ട് കാര്യങ്ങൾ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ ഒത്തിരി എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ലേൺ വൈസ് ആപ്പ് ത്രൂ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ നമുക്ക് തേർഡ് സെം, നമുക്ക് ടോട്ടൽ 4th സെമ്മാണുള്ളത്. 4 സെമ്മുകളാണ്, പക്ഷെ നമുക്ക് ഇയർ വൈസ് ആയിട്ടാണ് എക്സാംസ് വരുന്നത്. നമ്മൾ പഠിക്കുന്നത് സെം വൈസ് ആയിട്ടാണെങ്കിലും ഇയർ വൈസ് ആയിട്ടാണ് നമുക്ക് എക്സാംസ് ഒക്കെ വരുന്നത്. സോ നമ്മുടെ സെക്കൻഡ് ഇയറിലോട്ട് കടക്കുന്ന സമയം നമുക്ക് തേർഡ് സെമ്മിൽ 3 കോർ പേപ്പേഴ്സ് ഉണ്ട്. അതുപോലെ 4th സെമ്മിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ടോട്ടലി മൊത്തം ഇലക്റ്റീവ്സ് ആണ്. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏത് സെറ്റ് ഓഫ് ഇലക്റ്റീവ്സ് വേണം എന്നുള്ളത്. ഓരോ സെമ്മിലും 20 ക്രെഡിറ്റ്സ് വീതമാണ് നമുക്ക് തികയ്ക്കാനായിട്ടുള്ളത്. സോ ഫോർത്ത് സെം നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്മുടെ സെക്കൻഡ് ഇയർ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത് 80 ക്രെഡിറ്റ്സുകളായിരിക്കും. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഇയറിന്റെ കോഴ്സിൽ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ MEC 106 പബ്ലിക് എക്കണോമിക്സ്, MEC 107 ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, MEC 110 മണി ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മാർക്കറ്റ്സ്. ഈ ഒരു 3 സബ്ജക്റ്റാണ് നമുക്ക് തേർഡ് സെമ്മിൽ വരുന്നത്. ഇതിന്റെ എല്ലാ പേപ്പേഴ്സും നമുക്ക് എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് 4th സെമ്മിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് നമ്മൾ അടുത്ത് പറയുന്നത്. MECE 101 ഇൻട്രൊഡക്ടറി എക്കണോമെട്രിക്സ് മെത്തേഡ്സ്, MECE 102 അഡ്വാൻസ്ഡ് എക്കണോമെട്രിക്സ് മെത്തേഡ്, MCS 226 ഡാറ്റ സയൻസ് ആൻഡ് ബിഗ് ഡാറ്റ, MCS 224 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, MGSE 009 ജെൻഡർ ഇഷ്യൂസ് ഇൻ വർക്ക്, എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പൊ ഇത്രയും സബ്ജക്റ്റിന്റെ ബാക്കി വരുന്ന ഇപ്പൊ ഞാൻ വായിച്ച ഈ സബ്ജക്റ്റ് ഒക്കെ നമുക്ക് ഇലക്റ്റീവ്സ് ആണ്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിന്റെ എല്ലാ മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആണ്. അതായത് വീഡിയോ ക്ലാസ്സസും അതിന്റെ പ്രോപ്പർ നോട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് 4th സെമ്മിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 4th സെമ്മിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇലക്റ്റീവ്സ് ആണെന്നുള്ളത്. അപ്പൊ 20 ക്രെഡിറ്റ്സ് തികയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് 4th സെമ്മിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ നമുക്ക് 4 സെറ്റ് ഓഫ് ഇലക്റ്റീവ്സ് പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടായിരിക്കും, ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, സി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, ഡി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു സെറ്റുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ സെറ്റും 20 ക്രെഡിറ്റ്സ് വീതമാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന സെക്കൻഡ് ഇയറിന്റെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, സെക്കൻഡ് ഇയറിന് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 20 ക്രെഡിറ്റ്സ് ഉള്ള ഏതേ വേണമെങ്കിലും നിങ്ങൾ ആ ഒരു സെറ്റുകൾ നോക്കിയിട്ട് അതിലുള്ള പേപ്പേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. എ എന്ന സെറ്റോ, ബി എന്ന സെറ്റോ, സി എന്ന സെറ്റോ, ഡി എന്ന സെറ്റോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അത് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ലേൺ വൈസിൽ നമ്മൾ സെക്കൻഡ് ഇയറിൽ 4th സെമ്മിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി റെക്കോർഡഡ് ക്ലാസ്സോ കാര്യങ്ങളോ ഇല്ല, മെറ്റീരിയൽസ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്ന പേപ്പേഴ്സുകളാണ് ബാക്കി പറയുന്നത്. MGG 011 Geographical Information System 1, MECE 104 Economics of Environment and Social Sector, MECE 103 Actuarial Economics, MGPE 6 Gandhi's Economic Thoughts, MWGO 11 Women in the Economy, MGGL 004 Geospatial Analysis. അപ്പോൾ ഇത്രയും സബ്ജക്റ്റിന്റെ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഈ ഒരു സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസ്സസ് ഉണ്ടായിരിക്കില്ല, പക്ഷെ നമുക്ക് അതിന്റെ മെറ്റീരിയൽസ് മാത്രമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് പ്രൊജക്ട് വർക്കും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ഇയറിൽ വരുന്ന സിലബസ് എന്ന് പറയുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ കാര്യത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞു, നമുക്ക് 6 പേപ്പേഴ്സ് ഉണ്ട്, 6 കോർ പേപ്പേഴ്സ് ആണ്. അപ്പൊ ആ ഓരോ കോർ പേപ്പേഴ്സും എങ്ങനെയാന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 2 സെം ഉണ്ട്. ഫസ്റ്റ് സെമ്മും ഉണ്ട്, സെക്കൻഡ് സെമ്മും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ നോക്കുവാണെങ്കിൽ MEC 101 മൈക്രോ എക്കണോമിക് അനാലിസിസ് 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. MEC 102 മൈക്രോ എക്കണോമിക് അനാലിസിസ് 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. MEC 203 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് 8 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ടോട്ടൽ 20 ക്രെഡിറ്റ്സ് ആണ് ഫസ്റ്റ് സെമ്മിൽ വരുന്നത്. സെക്കൻഡ് സെമ്മിൽ നോക്കുവാണെങ്കിൽ MEC 104 എക്കോണമിക്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് 8 ക്രെഡിറ്റ്സ് വരുന്നുണ്ട്.
MEC 109 റിസർച്ച് മെത്തേഡ്സ് ഇൻ എക്കോണമിക്സ് 6 ക്രെഡിറ്റ്സ് വരുന്നുണ്ട്. MEC 205 ഇന്ത്യൻ എക്കോണമിക് പോളിസി 6 ക്രെഡിറ്റ്സ് വരുന്നുണ്ട്. ടോട്ടൽ 20 ക്രെഡിറ്റ്സ് സെക്കൻഡ് സെമ്മിലും വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ടോട്ടൽ ആയിട്ട് നമുക്ക് 40 ക്രെഡിറ്റ്സ് ആണ്, 40 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഈ ഒരു പേപ്പേഴ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഓരോ പേപ്പറിലും എന്താണുള്ളത് നോക്കാം. ഇത് തേർഡ് സെമ്മിന്റെ ആണ് കേട്ടോ. തേർഡ് സെമ്മിൽ നമുക്ക് വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം വരുന്ന ആ ഒരു 3 പേപ്പേഴ്സ് 20 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. MEC 106 പബ്ലിക് എക്കോണമിക്സ് 6 ക്രെഡിറ്റ്സ്, MEC 107 ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് 6 ക്രെഡിറ്റ്സ്, MEC 110 മണി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മാർക്കറ്റ് 8 ക്രെഡിറ്റ്സ്. അങ്ങനെ അത് 20 ക്രെഡിറ്റ്സ് വരുന്നുണ്ട്. ഫോർത്ത് സെം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇലക്ടീവ്സ് ആണ്, നമുക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ ഫോർത്ത് സെമ്മിൽ പറഞ്ഞ ആ ഒരു സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ABCD എന്ന് പറയുന്ന 4 സെറ്റ് ഉണ്ട്. 4 സെറ്റും 20 ക്രെഡിറ്റ്സ് തികയ്ക്കുന്ന പേപ്പേഴ്സ് ആണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എ എന്ന് പറയുന്ന സെറ്റോ, ബി എന്ന് പറയുന്ന സെറ്റോ, സി എന്ന് പറയുന്ന സെറ്റോ, ഡി എന്ന് പറയുന്ന സെറ്റോ ഏതെങ്കിലും ഒരു സെറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ലേൺവേസിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലേൺവേസിൽ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, വീഡിയോ ക്ലാസ്സസ് അടക്കം എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ സഹായകമായിരിക്കും. മറ്റൊന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോ ക്ലാസ്സസ് കാണത്തില്ല, മെറ്റീരിയൽസ് മാത്രമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സോ നമുക്ക് ഗ്രൂപ്പ് എയിൽ നോക്കുവാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഇൻ ഡാറ്റ അനാലിസിസ്, അതായത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളുമാണ് ഗ്രൂപ്പ് എയിൽ അധികമായിട്ട് വരുന്നത്. MECE 101 ഇൻട്രൊഡക്ടറി എക്കോണോമെട്രിക് മെത്തേഡ്സ്, അതുപോലെ MECE 102 അഡ്വാൻസ് എക്കണോമെട്രിക്സ് മെത്തേഡ്, MCS 226 ഡാറ്റ സയൻസ് ആൻഡ് ബിഗ് ഡാറ്റ ഫ്രം MCA പ്രോഗ്രാം ഓഫ് IGNOU, അതായത് MCA പ്രോഗ്രാമിൽ നിന്നുള്ള ഒരു പേപ്പറാണ് കേട്ടോ. MCS 224 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, MGG 011 ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം 1, MECP 102 പ്രൊജക്ട് വർക്ക് ആണ് ഫസ്റ്റ് സെറ്റ് ഓഫ് ഇയർ എന്ന് പറയുന്നത്. ഈ ഒരു സെറ്റ് ഓഫ് ഇയറിൽ ടോട്ടൽ ക്രെഡിറ്റ്സ് 24 ആണ്. ഇതിൽ നിങ്ങൾക്ക് 20 ക്രെഡിറ്റ്സിന്റെ പേപ്പേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ മതിയാവും. പിന്നെ ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ ഇൻ എനർജി ആൻഡ് എൻവയോൺമെന്റൽ എക്കോണമിക്സ്, MECE 101 ഇൻട്രൊഡക്ടറി എക്കണോമെട്രിക്സ് മെത്തേഡ്സ്, MECE 102 അഡ്വാൻസ്ഡ് എക്കണോമെട്രിക്സ് മെത്തേഡ്, MECE 104 എക്കോണമിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ സെക്ടർ. അടുത്തായി ലാസ്റ്റ് വരുന്നത് MECP 101 പ്രൊജക്ട് വർക്ക് 2 ആണ്. ഇത് ടോട്ടൽ 20 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ഇനി ഗ്രൂപ്പ് സി നോക്കുവാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഇൻ ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ്, MECE 101 introductory economic methods, MECE 102 advanced econometrics methods, MECE 103 actuarial economics, MECP 101 project work 2. ടോട്ടൽ 20 ക്രെഡിറ്റ്സ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഫസ്റ്റ് ഇയറിലുള്ള 6 പേപ്പറിലെയും ഓരോ പേപ്പറിലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എത്ര ബ്ലോക്ക് ഉണ്ട്, ഓരോ യൂണിറ്റുകളും എത്ര യൂണിറ്റ്സ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. MEC 101 മൈക്രോ ഇക്കണോമിക്സിൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ ആണ്. അതിൽ ഫസ്റ്റ് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ബേസിക് തീംസ്, യൂണിറ്റ് 2 എന്ന് പറയുന്നത് തിയറി ഓഫ് ഡിമാൻഡ്, യൂണിറ്റ് 3 എന്ന് പറയുന്നത് തിയറി ഓഫ് ഡിമാൻഡ് സം റീസെന്റ് ഡെവലപ്മെന്റ്. നമ്മൾ ഡിമാൻഡ് എന്താണ്, കൺസ്യൂമർ ബിഹേവിയർ എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടായിരിക്കാം. ബ്ലോക്ക് 2 പ്രൊഡ്യൂസർ ബിഹേവിയർ ആണ്. ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ പറഞ്ഞു കൺസ്യൂമർ ബിഹേവിയർ ആണ്. അപ്പോൾ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ബിഹേവിയർ ആണ്. പ്രൊഡ്യൂസർ ബിഹേവിയറിൽ നോക്കുമ്പോൾ നമുക്ക് യൂണിറ്റ് 4 തിയറി ഓഫ് പ്രൊഡക്ഷൻ, യൂണിറ്റ് 5 തിയറി ഓഫ് കോസ്റ്റ്, യൂണിറ്റ് 6 പ്രൊഡക്ഷൻ എക്കോണമിക്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 2 വരുന്നുണ്ടായിരിക്കാം. ഇനി ബ്ലോക്ക് 3 നോക്കുവാണെങ്കിൽ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, അതിൽ നമുക്ക് യൂണിറ്റ് 7 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, യൂണിറ്റ് 8 മോണോപ്പൊളി, യൂണിറ്റ് 9 മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, യൂണിറ്റ് 10 ഒലിഗോപ്പൊളി. അതായത് നമ്മുടെ ഓരോ മാർക്കറ്റുകൾ എന്താണ്, മാർക്കറ്റിൽ വരുന്ന ഓരോ കാര്യങ്ങൾ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അങ്ങനെ ഓരോ കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ബ്ലോക്കിൽ പഠിക്കാനായിട്ടുണ്ടായിരിക്കാം. ബ്ലോക്ക് 4 നോക്കുവാണെങ്കിൽ ജനറൽ ഇക്വിലിബ്രിയം, യൂണിറ്റ് 11 ജനറൽ ഇക്വിലിബ്രിയം പ്യുവർ എക്സ്ചേഞ്ച് മോഡൽ, യൂണിറ്റ് 12 ജനറൽ ഇക്വിലിബ്രിയം വിത്ത് പ്രൊഡക്ഷൻ. ജനറൽ ഇക്വിലിബ്രിയം എങ്ങനെയാണ് വരുന്നത്, അതിന്റെ ഗ്രാഫ് കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 4 ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ബ്ലോക്ക് 5 നോക്കുമ്പോൾ വെൽഫെയർ എക്കണോമിക്സ് ആണ്. അതായത് യൂണിറ്റ് 13 പിഗോവിയൻ ആസ് പാർഷ്യൽ അപ്രോച്ച്, യൂണിറ്റ് 14 സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ, യൂണിറ്റ് 15 ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എക്സ്റ്റേണാലിറ്റി ആൻഡ് പബ്ലിക് ഗുഡ്സ്, യൂണിറ്റ് 16 സോഷ്യൽ ചോയ്സ് ആൻഡ് വെൽഫെയർ. നമ്മളിതിൽ കമ്പാരിറ്റീവ്ലി നമ്മുടെ ക്ലാസിക്കൽ അപ്രോച്ചും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ബ്ലോക്ക് 5 നമ്മൾ നോക്കുന്നുണ്ടായിരിക്കാം. ബ്ലോക്ക് 6 വരുമ്പോൾ എക്കോണമിക്സ് ഓഫ് അൺസർട്ടനിറ്റി, യൂണിറ്റ് 17 ചോയ്സ് ഇൻ അൺസർട്ടൻ സിറ്റുവേഷൻസ്, യൂണിറ്റ് 18 ഇൻഷുറൻസ് ചോയ്സ് ആൻഡ് റിസ്ക്, യൂണിറ്റ് 19 എക്കോണമിക്സ് ഓഫ് ഇൻഫർമേഷൻസ്.
ഓക്കെ. പിന്നെ ബ്ലോക്ക് 7 നമുക്ക് വരുന്നത് നോൺ കോർപ്പറേഷൻ ഗെയിം തിയറി. Unit 20 static games of complete information. Unit 21 static games with complete information applications. Unit 22 dynamic games and complete informations. Block 8 non-cooperative game theory 2. അതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് വരുന്നത്. Unit 23 static games and incomplete information with application to action. Unit 24 dynamic games with incomplete information, perfect biases and equilibrium. Unit 25 signaling games and their applications. Unit 26 refinement of perfect bias equilibrium. അടുത്ത പേപ്പർ ആയിട്ടുള്ള MEC 102 മാക്രോ എക്കണോമിക്സ് അനാലിസിസിൽ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ട്രഡീഷണൽ അപ്രോച്ച് ടു മാക്രോ എക്കണോമിക്സ് ആണ്. ഇതിൽ യൂണിറ്റ് 1 ക്ലാസിക്കൽ അപ്രോച്ച് ഉണ്ട്, യൂണിറ്റ് 2 കെയ്നീഷ്യൻ മോഡൽ ഉണ്ട്, യൂണിറ്റ് 3 നിയോ ക്ലാസിക്കൽ സിന്തസിസ് ഉണ്ട്, യൂണിറ്റ് 4 ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ് 1 ഉണ്ട്, യൂണിറ്റ് 5 ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ് 2 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഒത്തിരി പരിചയമുള്ള പേരുകളായിരിക്കും, ഇതൊക്കെ നമ്മൾ മുമ്പും കേട്ട് പരിചയമുള്ളതായിരിക്കും. സോ ഇതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ മാക്രോ എക്കണോമിക്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരിക്കാം. ബ്ലോക്ക് 2 നോക്കുമ്പോൾ എക്സ്പെക്ടേഷൻസ് ആൻഡ് മാക്രോ എക്കണോമിക്സ്, യൂണിറ്റ് 6 ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്, യൂണിറ്റ് 7 റാഷണൽ എക്സ്പെക്ടേഷൻസ്. അതുപോലെ ബ്ലോക്ക് 3 വരുമ്പോൾ ഇന്റംപറൽ ഡിസിഷൻ മേക്കർ, യൂണിറ്റ് 8 കൺസെപ്ഷൻ ആൻഡ് അസറ്റ് പ്രൈസ്, യൂണിറ്റ് 9 റംസെ കേസ് കൂപ്പൻമാൻസ് മോഡൽ, യൂണിറ്റ് 10 ഓവർലാപ്പിംഗ് ജനറേഷൻ മോഡൽ, ബ്ലോക്ക് 4 തിയറീസ് ഓഫ് ദ ബിസിനസ് സൈക്കിൾ, യൂണിറ്റ് 11 ട്രഡീഷണൽ മോഡൽസ് ഓഫ് ബിസിനസ് സൈക്കിൾ, യൂണിറ്റ് 12 റിയൽ ബിസിനസ് സൈക്കിൾ. ബ്ലോക്ക് 5 ലേബർ മാർക്കറ്റ്സ്, അതിൽ വരുന്ന യൂണിറ്റ്സ് 2 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 13 നോമിനൽ ആൻഡ് റിയൽ റിജിഡിറ്റീസ്, യൂണിറ്റ് 14 റിസൾട്ട് തിയറി ആൻഡ് എംപ്ലോയ്മെന്റ്. And block 6 issues in monetary policy, unit 15 central banks and supply of money, unit 16 conduct of monetary policy, unit 17 theory of monetary policy. And block 7 physical policy and macroeconomics, unit 18 physical policy, unit 19 physical sustainability. അപ്പോൾ മൊത്തം 7 ബ്ലോക്ക് ഉണ്ട്. നമുക്ക് 19 യൂണിറ്റ്സുകളാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സിൽ വരുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് പേപ്പർ MEC 203 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. നമുക്ക് അറിയാം ഇതൊരു പ്രോബ്ലമാറ്റിക് പേപ്പർ ആണ്. അപ്പൊ ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് 31 യൂണിറ്റ്സ് ആണ് ടോട്ടൽ ആയിട്ട് വരുന്നത്. സോ ബ്ലോക്ക് 1 റിവ്യൂ ഓഫ് ബേസിക് മാത്തമാറ്റിക്സ്, യൂണിറ്റ് 1 ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഓഫ് മാത്തമാറ്റിക്സ്, യൂണിറ്റ് 2 ഓവർവ്യൂ ഓഫ് ബേസിക് മെത്തേഡ്സ് ഓഫ് മാത്തമാറ്റിക്സ്, യൂണിറ്റ് 3 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, യൂണിറ്റ് 4 കോർഡിനേറ്റ് ജിയോമെട്രി ആൻഡ് റെസ്പെക്റ്റീവ് ഓഫ് ഫങ്ഷൻസ്, ബ്ലോക്ക് 2 ലീനിയർ അൽജിബ്ര, യൂണിറ്റ് 5 മെട്രിക്സ് algebra, unit 6 vector analysis, unit 7 vectors and metrics, unit 8 vector and matrix representations of linear equations. Block 3 calculus, unit 9 അതിൽ മൊത്തം 4 യൂണിറ്റ് വരുന്നുണ്ട്. യൂണിറ്റ് 9 ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി, യൂണിറ്റ് 10 ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ, യൂണിറ്റ് 11 ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്, യൂണിറ്റ് 12 ഇന്റഗ്രൽ കാൽക്കുലസ്. ബ്ലോക്ക് 4 റിയൽ അനാലിസിസ് ആയിട്ടുള്ള യൂണിറ്റ് 13 റിയൽ അനാലിസിസ്, യൂണിറ്റ് 14 കാൽക്കുലസ് ഓഫ് സെവറൽ വേരിയബിൾസ്, യൂണിറ്റ് 15 ബേസിക് കൺസെപ്റ്റ് ഓഫ് മെട്രിക് സ്പേസ് ആൻഡ് പോയിന്റ് സെറ്റ് ഓഫ് ടോപ്പോളജി. ബ്ലോക്ക് 5 എക്സ്ട്രീം വാല്യൂസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ, അതിൽ 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 16 ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ, യൂണിറ്റ് 17 അൺകൺസ്ട്രെയിൻഡ് ആൻഡ് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ, Unit 18 Advanced Topics in Optimization 1, Unit 19 Advanced Topics in Optimization 2. Block 6 Economic Dynamics ആയിട്ടുള്ള Unit 20 Difference Equations, Theory and Economic Applications, Unit 21 Differential Equations. Block 7 Dynamic Optimization, Unit 22 Intertemporal Optimization 1, Unit 23 Intertemporal Optimization 2, Unit 24 Economic Applications of Dynamic Optimization. And block 8 probability and probability of distributions. ആ ഒരു ബ്ലോക്കിൽ നോക്കുവാണെങ്കിൽ 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 25 പ്രോബബിലിറ്റി തിയറി, യൂണിറ്റ് 26 പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 1, യൂണിറ്റ് 27 പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 2. And last one block 9 in differential statistics, യൂണിറ്റ് 28 sampling theory, യൂണിറ്റ് 29 sampling distributions, യൂണിറ്റ് 30 estimations, യൂണിറ്റ് 31 hypothesis testing. മൊത്തം 9 ബ്ലോക്കുകളാണ്, കൂടാതെ 31 യൂണിറ്റ്സുകളാണ് നമുക്ക് QT വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ MEC 104 എക്കോണമിക്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് 30 യൂണിറ്റ്സ് വരുന്നുണ്ട്. 8 ബ്ലോക്കുകളാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എക്കോണമിക് ഗ്രോത്ത് ആണ്.
Unit 1 economic growth concept and measurement. Unit 2 Harrod-Domer growth model. Unit 3 neoclassical growth model, the Solow model. And Unit 4 the Cambridge growth model. ഈ ഒരു പേപ്പറിൽ നോക്കുവാണെങ്കിൽ 13 യൂണിറ്റോളം ഗ്രോത്ത് മോഡൽസിനെ പറ്റിയിട്ട് ഗ്രോത്ത് എന്താണ്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അതിനുശേഷമുള്ള ബാക്കി യൂണിറ്റ്സുകളെല്ലാം ഡെവലപ്മെന്റ് എന്താണ്, അതെങ്ങനെയാണ് കൺട്രീനെ ബാധിക്കുന്നത്, ഓരോ കൺട്രീസിലും എങ്ങനെയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്കണോമിസ്റ്റുകൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ടോട്ടലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കാം. ബ്ലോക്ക് 2 ടെക്നോളജി പ്രൊഡക്ടിവിറ്റി ആൻഡ് ദ ഗ്രോത്ത്. അതിൽ നമുക്ക് മൊത്തം 4 യൂണിറ്റ് വരുന്നുണ്ട്. 5th യൂണിറ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ചേഞ്ച് ആൻഡ് എക്കോണമിക് ഗ്രോത്ത് ആണ്. യൂണിറ്റ് 6 ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി. യൂണിറ്റ് 7 ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഗ്രോത്ത്. യൂണിറ്റ് 8 ഡെവലപ്മെന്റ് പ്ലാൻസ് മോഡൽസ്. And block 3 extension and critique of growth model. Unit 9 growth models with optimizing agents. Unit 10 growth models under uncertainty. Unit 11 endogenous growth model 1. Unit 12 endogenous growth model 2. Unit 13 current debates in economic growth. Block 4 development and underdevelopment 1. Unit 14 development human welfare approach. Unit 15 development process and its consequence. Unit 16 labor market and labor migration. ബ്ലോക്ക് 5 നോക്കുവാണെങ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ് 2. അതിൽ യൂണിറ്റ് 17 ഗ്ലോബൽ സപ്ലൈ ചെയിൻ. യൂണിറ്റ് 18 ഡെമോഗ്രാഫിക് ചേഞ്ച് ആൻഡ് ന്യൂട്രീഷ്യൽ ഇഷ്യൂസ്. യൂണിറ്റ് 19 ബിഹേവിയറൽ എക്കോണമിക്സ് ആൻഡ് ഡെവലപ്മെന്റ്. യൂണിറ്റ് 20 ജിയോഗ്രഫി ഇൻ എക്കോണമിക് ഡെവലപ്മെന്റ്. ബ്ലോക്ക് 6 ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെവലപ്മെന്റ്. യൂണിറ്റ് 21 നോക്കുവാണെങ്കിൽ റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ച് ഡെവലപ്മെന്റ്. യൂണിറ്റ് 22 ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ്. യൂണിറ്റ് 23 ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ്. Block 7 state market and institutions. Unit 24 role of state in the development. Unit 25 institutional evolution and reforms. Unit 26 climate change and natural resources management. Block 8 reflection on development experience. Unit 27 the Chinese economy. Unit 28 the East Asian economies. Unit 29 the Brazilian economy. Unit 30 the South Africa economy. അങ്ങനെ മൊത്തം നമുക്ക് 30 യൂണിറ്റുകളും 8 ബ്ലോക്കുമാണ് നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ ഇത്രയും തോനെയുണ്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഓരോന്നും കേട്ടോ. നെക്സ്റ്റ് MEC 109 റിസർച്ച് മെത്തേഡ്സ് ഇൻ എക്കോണമിക്സ്. ബ്ലോക്ക് 1 റിസർച്ച് മെത്തോഡോളജി ഇഷ്യൂസ് ആൻഡ് പെർസ്പെക്റ്റീവ്. അതിൽ നമുക്ക് വരുന്ന 5 യൂണിറ്റ്സുകളാണ്. ഫസ്റ്റ് 1 research methodology conceptual foundation. Unit 2 approaches to scientific knowledge, positivism and post-positivism. Unit 3 models of scientific explanation. Unit 4 debates on models of explanation in economics. Unit 5 foundation of qualitative research, interpretation and critical theory of paradigm. Block 2 research design and measurement. Unit 6 research design in mixed methods research. And Unit 7 data collection and sampling design. Unit 8 measurement and scaling techniques. Block 3 quantitative methods 1. Unit 9 two variable regression model. Unit 10 multivariable regression models. Unit 11 measure of inequality. Unit 12 construction composition index in social science. Block 4 quantitative methods 2. Unit 13 multivariate analysis, factor analysis. Unit 14 canonical correlation analysis. Unit 15 cluster analysis. Unit 16 correspondence analysis. Unit 17 structure equations modeling. And block 5 qualitative methods. Unit 18 participatory method. Unit 19 content analysis. Unit 20 action research. Block 6 database of Indian economy. Unit 21 macro variable data, national income, saving and investment. Unit 22 agricultural and industrial data. Unit 23 trade and finance. Unit 24 social sector. അങ്ങനെ മൊത്തം നമുക്ക് 6 ബ്ലോക്കുകളാണ്. യൂണിറ്റ് 24 യൂണിറ്റ്സുകളാണ് നമുക്ക് റിസർച്ച് മെത്തേഡ്സിൽ വരുന്നത്. സം പാർട്ട് നമുക്ക് ഇതിൽ കുറച്ചൊക്കെ നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് വരുന്നത് കേട്ടോ. ആൻഡ് ലാസ്റ്റ് വൺ MEC 205 ഇന്ത്യൻ എക്കോണമിക് പോളിസി. ബ്ലോക്ക് 1 ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റ് ആൻഡ് ഓവർവ്യൂ. അതിൽ 5 യൂണിറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് 1 എക്കോണമിക് ഡെവലപ്മെന്റ്, Indian economic development and historical perspective. Unit 2 growth and structure of the Indian economy. Unit 3 demographic transition and its implications. Unit 4 natural resources. Unit 5 physical and social infrastructure. Block 2 development strategies. Unit 6 state and market Indian context. Unit 7 economic reforms in India. Unit 8 major development in post-economic reforms period. Block 3 monetary and fiscal policies. Unit 9 inflation and monetary policy. Unit 10
capital market and its regulations. Unit 11, physical policy and physical responsibility and budget management, FRBM Act. Unit 12, major development on union state relations. Block 4, sector specific issues and policies. അതിൽ നോക്കുവാണെങ്കിൽ യൂണിറ്റ് 14 ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ഇഷ്യൂസ് ആൻഡ് പോളിസീസ്. യൂണിറ്റ് 15 മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഇഷ്യൂസ് ആൻഡ് പോളിസി. യൂണിറ്റ് 16 സർവീസ് സെക്ടർ 1 ഓർഗനൈസ്ഡ് സെക്ടർ ഇഷ്യൂസ് ആൻഡ് പോളിസി. യൂണിറ്റ് 17 സർവീസ് സെക്ടർ 2 ഇൻഫോർമൽ സെക്ടർ ഇഷ്യൂസ് ആൻഡ് പോളിസി. Block 5 external sectors and trade policy. Unit 18 trade policy. Unit 19 foreign trade and balance of payment. Unit 20 foreign capital. Block 6 major issues confronting the Indian economy. Unit 21 poverty, malnutrition and conclusive growth policy implications. Unit 22 employment and unemployment policy challenges. Unit 23 social security measures in India. Unit 24 regional disparities in India policy implications. Unit 25 ingredients of good governance. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മൊത്തമായിട്ട് വരുന്നത്. ഇന്ത്യൻ എക്കോണമിക് പോളിസിയിൽ ടോട്ടൽ യൂണിറ്റ് 25 യൂണിറ്റ്സുകളുണ്ട്. നമുക്ക് 6 ബ്ലോക്കുകളാണ് അതിലും വരുന്നത്. ഫുള്ളി തിയറി ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് വരുന്നത്. നമുക്ക് ആകെ പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് ക്യൂട്ടിയും റിസർച്ചും ആണ് കേട്ടോ. ബാക്കിയൊന്നും അത്ര പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന പേപ്പേഴ്സ് അല്ല, എല്ലാം തിയറി പേപ്പേഴ്സ് തന്നെയാണ്, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പേപ്പേഴ്സ് തന്നെയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അസൈൻമെന്റ്സും എക്സാംസും ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഇയറിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത്രയും സബ്ജക്റ്റിന്റെ അസൈൻമെന്റ്സ് നമുക്ക് വെക്കാനായിട്ടുണ്ട്. അതായത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ 6 അസൈൻമെന്റ്സ് ഉണ്ട്. 6 അസൈൻമെന്റ്സും നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് A4 നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. അത് നമ്മൾ സ്റ്റഡി സെന്റർ, നമ്മുടെ സ്റ്റഡി സെന്റർ ഏതാണോ അവിടെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചിലർ അഡ്മിഷൻ ഇപ്പോഴും കംപ്ലീറ്റ് ആക്കാത്തവർക്ക് സ്റ്റഡി സെന്റേഴ്സോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റഡി സെന്റേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് നിങ്ങൾ സ്റ്റഡി സെന്ററിനെ പറ്റി ഒന്ന് സ്വയം അവയർനെസ് ആവാനായിട്ട് ശ്രമിക്കുക. അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ അസൈൻമെന്റ്സ് 6 അസൈൻമെന്റ്സും നമ്മൾ A4 ഹാൻഡ് റിട്ടൺ ആയിട്ട് നമ്മൾ എഴുതി അത് നമ്മൾ പഞ്ച് ചെയ്ത് നൂല് വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. സബ്മിറ്റ് ചെയ്യുന്ന സമയം നിങ്ങൾ നിർബന്ധമായിട്ടും അവിടുന്ന് അവരുടെ ഒരു അക്നോളജ്മെന്റ് ഫോം, അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു പ്രൂഫായിട്ട് നമ്മൾ അവർക്ക് തരുന്ന ആ ഒരു റെസിപ്റ്റ് അക്നോളജ്മെന്റ് ഫോം തീർച്ചയായിട്ടും അവിടുന്ന് കൈപ്പറ്റണം. മാത്രമല്ല നിങ്ങൾ എഴുതി കഴിയുന്ന എല്ലാ അസൈൻമെന്റ്സിന്റെയും ഒരു കോപ്പി നിങ്ങൾ എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അസൈൻമെന്റ്സിൽ നമ്മുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 100ൽ 40% ആണ്. സോ അതോടെ ഒന്ന് മനസ്സിലാക്കിയിട്ടിരിക്കുക. പിന്നെ നമുക്ക് അസൈൻമെന്റ്സിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 31 ആണ്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ഇയറിലാണ്, അതായത് ഇയർ വൈസ് ആയിട്ടാണ് നമുക്ക് എക്സാംസ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇഗ്നു ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങൾ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അസൈൻമെന്റ്സ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് 20 മാർക്കിന്റെ 2 essay ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ 10 മാർക്കിന്റെ ഷോർട്ട് essay ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ 5 മാർക്കിന്റെ ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇതാണ് അസൈൻമെന്റ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് നമ്മൾ എഴുതി A4 എഴുതി. അത് മാത്രമല്ല നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് സ്റ്റഡി സെന്ററിലാണ് സബ്മിറ്റ് ചെയ്യുന്നത്. സോ സ്റ്റഡി സെന്റേഴ്സ് ആണ് നമ്മൾ അസൈൻമെന്റ്സ് വാല്യൂ ചെയ്യുന്നത്. സോ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അസൈൻമെന്റ്സ് എഴുതാനുള്ള റൂൾസും കാര്യങ്ങളും എന്താണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അസൈൻമെന്റ്സ് എഴുതാനും അത് ഭംഗിയിൽ ചെയ്യാനായിട്ട്. പിന്നെ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് മാക്സിമം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പത്രത്തിലും മാസികയിലൊക്കെ വരുന്ന നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇപ്പൊ തൊട്ട് എടുത്തു വെക്കാം. നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പത്രത്തിലോ അല്ലെങ്കിൽ മാസികയിലോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെട്ടിയെടുത്തിട്ട് ഒട്ടിക്കാനായിട്ടൊക്കെ പറ്റും. അതൊക്കെ അസൈൻമെന്റ്സിന് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആകുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അസൈൻമെന്റ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തത് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ. നമുക്ക് ഡിസംബറിലാണ് എക്സാംസ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മളിപ്പോൾ Jan 25 ബാച്ച് ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ എക്സാംസ് എന്ന് പറയുന്നത് ഡിസംബറിലായിരിക്കും. സോ നവംബർ മാസത്തിലായിരിക്കും നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരിക്കാം. എക്സാം എഴുതാൻ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാം എഴുതാനുള്ള സെന്റേഴ്സും കാര്യങ്ങളും അലോ ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെയായിരിക്കും നമ്മൾ എക്സാം എഴുതാനായിട്ട് നമ്മൾ പോകുന്നുണ്ടായിരിക്കാം. പിന്നെ എക്സാം ഈ പറയുന്ന പോലെ നമ്മുടെ 100ൽ 40 ആണ് നമുക്ക് പാസ് മാർക്കായിട്ട് വേണ്ടത്.
ഓരോ സബ്ജക്റ്റിനും. അതായത് നിങ്ങളുടെ എക്സാംസിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് കാര്യങ്ങൾ കൊണ്ടുപോകണം. അതുപോലെ നിങ്ങളുടെ ഐ ഡി കാർഡ് നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞവർക്കാണെങ്കിൽ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇഗ്നോയുടെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ മെയിൽ വരുന്നുണ്ടായിരിക്കും. അതിനുള്ളിൽ നിങ്ങളുടെ എൻട്രിമെന്റ് നമ്പറും ഐ ഡി കാർഡും കാണുന്നുണ്ടായിരിക്കും. സോ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുക. ആ ഐ ഡി കാർഡും അതുപോലെ ഹാൾ ടിക്കറ്റും കാര്യങ്ങളും കൊണ്ടുവേണം നമ്മൾ എക്സാമിന് പോവാനായിട്ട്. ഓക്കെ. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് കൊണ്ട് നമുക്കിപ്പോൾ 2 ഇയേഴ്സിന്റെ പ്രോഗ്രാം ആണെങ്കിലും നമുക്ക് 4 വർഷത്തെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ട് വരുന്ന ഡിസംബറിൽ നമുക്ക് എക്സാം എഴുതാം. എല്ലാ എക്സാംസും അല്ല, ചില എക്സാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വന്നു, എക്സാംസിന്റെ ഡേറ്റും നമുക്ക് ചില എന്തെങ്കിലും എമർജൻസി വന്നു, നമുക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത എക്സാംസ് വരുന്നത് നെക്സ്റ്റ് 2026 ജൂണിലായിരിക്കും. അടുത്ത 6 മാസം കഴിഞ്ഞ് ജൂണിലാണ് നമുക്ക് എക്സാംസ് വരുന്നുണ്ടാവുക. ഇഗ്നു യൂണിവേഴ്സിറ്റി ഒരു ഇയറിൽ 2 തവണയാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്, ജൂണിലും ഡിസംബറിലും ആയിട്ടാണ്. സോ നമുക്ക് വരുന്ന ഡിസംബറിൽ എക്സാം എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഇയറിന്റെ പെൻഡിങ് ഉള്ള പേപ്പേഴ്സ് നമുക്ക് 2026 ജൂണിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ആൻഡ് ദ ലാസ്റ്റ് വൺ, നമ്മുടെ ഫൈനൽ സ്കോർ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അസൈൻമെന്റ്സും എക്സാംസും രണ്ടും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. രണ്ടിലും നമുക്ക് 40% വീതമാണ് പാസ് മാർക്ക് എന്ന് ഞാൻ പറഞ്ഞു. സോ എക്സാം എഴുതി കിട്ടിയ മാർക്കിന്റെ 70%ഉം അതുപോലെ അസൈൻമെന്റ്സ് നമുക്ക് എഴുതി കിട്ടിയ സ്കോറിന്റെ 30%ഉം, നമുക്ക് എത്രയാണ് സ്കോർ കിട്ടിയത് അതിന്റെ 30%ഉം ആ ഒരു 70%ഉം, അസൈൻമെന്റ്സിന്റെ 30%, അതുപോലെ എക്സാംസിന്റെ 70%. ആ ഒരു 30യും ഈ ഒരു 70 രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ സ്കോർ ഇടുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നല്ലൊരു സ്കോറിലോട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, നല്ലപോലെ പഠിക്കണം, നല്ലപോലെ അസൈൻമെന്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്യണം. അസൈൻമെന്റ്സ് നമ്മൾ പഞ്ച് ചെയ്ത് നൂല് വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. സോ നെക്സ്റ്റ് നമുക്ക് ടൈം ടേബിൾ കാര്യങ്ങൾ റിലീസാക്കാം. അതിന് മുമ്പായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ലേൺ വൈസിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടും നിങ്ങളുടെ ഈ ഒരു അസൈൻമെന്റ്സിന് വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ലേൺ വൈസിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടുകളാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ലേൺവേസിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാ സബ്ജക്റ്റിന്റെയും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് ബ്ലോക്ക് വൈസ് ആണ് നമുക്ക് ലൈവ് റിവിഷൻ ക്ലാസ്സസ് നടക്കുന്നത്, ലൈവ് സെക്ഷൻസ് നടക്കുന്നത് നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ടാണ്. അപ്പോൾ ഓരോ ബ്ലോക്കിലും എത്ര യൂണിറ്റ്സ് ഉണ്ടോ ആ ഒരു യൂണിറ്റിന്റെ റിവിഷൻ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ആ ഒരു ബ്ലോക്കിന്റെ ലൈവ് സെഷൻസിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് വീഡിയോ ലെക്ചേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൂടാതെ വാല്യൂ ആഡഡ് നോട്ട്, അതായത് നമുക്ക് ലെക്ചർ നോട്ട് പോലെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വാല്യൂ ആഡഡ് നോട്ട് ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലെക്ചർ നോട്ട് പോലെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ടുള്ള ഒരു നോട്ടാണത്. സോ അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ എക്സാം പീഡിയ, എക്സാം സ്പെഷ്യൽ ഗൈഡ്സ്, നമുക്ക് എക്സാമിനോട് അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിനെ ഹെൽപ്ഫുൾ ആക്കാനും അതിനെ നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ എക്സാം പീഡിയകളും എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്കുകളും നമ്മൾ റിലീസ് ആക്കുന്നുണ്ടായിരിക്കും. സോ അത് നിങ്ങൾക്ക് റിവിഷൻ സമയത്ത് കുറച്ചും കൂടെ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനും എല്ലാ കാര്യങ്ങൾക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് അസൈൻമെന്റ്സിന്റെ ആൻസേഴ്സിന്റെ ഗൈഡ് ബുക്കുകൾ, ഇഗ്നു അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങൾ റിലീസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് അതിന്റെ ഗൈഡ് ബുക്ക് കാര്യങ്ങൾ എല്ലാം നമ്മൾ റിലീസ് ആക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അത് അതുപോലെ എഴുതാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് അതും നമ്മുടെ ആപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇഗ്നുവിന്റെ ഒരു മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് കാര്യങ്ങൾ അതും നമുക്കുണ്ടായിരിക്കും. ഇതിന് പുറമെ നമുക്ക് ലാംഗ്വേജിൽ ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഇഇപിയുടെ സെക്ഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപി എന്ന നമ്മുടെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ലേൺവേസ് കൊടുക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ നമ്മുടെ ഇച്ചിരി ബെറ്റർ ആയിരിക്കും. നമുക്ക് എക്സാംസും കാര്യങ്ങളും എല്ലാം ഇംഗ്ലീഷിലാണ്. അതിന് വേണ്ടി മാത്രമല്ല, നമുക്ക് ലൈഫ് ലോങ് നമുക്ക് യൂസ് ആകുന്ന ഒരു കോഴ്സും കൂടി ആയിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ്, നമ്മൾ ചുമ്മാ ക്ലാസ്സസ് മാത്രമല്ല ലേൺവേസ് കൊണ്ടുപോകുന്നത്, നിങ്ങൾക്ക് ഇവിടെ എന്റർടൈൻ ചെയ്യിക്കാനും കാര്യങ്ങളായിട്ട് ഓരോ സ്പെഷ്യൽ ഇവന്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യാനും, സ്പെഷ്യൽ ഡേയ്സിലാവാം അല്ലെങ്കിൽ ഓരോ നമ്മുടെ ഫെസ്റ്റിവൽസിലാവാം ഒക്കെ നമ്മളിവിടെ ഗെയിംസ് ആയിട്ടും ഓരോ എന്താ പറയുക ഒത്തിരി പ്രോഗ്രാംസ് നമ്മൾ
വിർച്വലി നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് കരിയർ ഡെവലപ്മെന്റ്സിന്റെ ക്ലാസ്സസ് കാര്യങ്ങൾ അതും നമ്മൾ നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ടായിരിക്കും. സോ ഇനി അടുത്തതായിട്ട് നമുക്ക് ടൈം ടേബിൾ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. നമുക്ക് നിങ്ങളെല്ലാവരും പല സിറ്റുവേഷൻസ് വരുന്നവരാണ്. നിങ്ങൾ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നവരുണ്ട്, നിങ്ങൾ എന്താ പറയുക ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. ഒരാൾക്ക് രാവിലെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ചിലർക്ക് രാത്രിയായിരിക്കാം, ചിലർക്ക് ഈ ഉച്ചയ്ക്കായിരിക്കും പഠിക്കാൻ കിട്ടുന്നുണ്ടായിരിക്കാം. സോ നിങ്ങളുടെ വർക്ക് ഷെഡ്യൂളും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം നിങ്ങൾ ഏത് പഠിക്കണം, ഏത് സബ്ജക്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിളാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. സോ ഇത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷന് ശേഷം വാട്സപ്പിൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇത് പക്കയായിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റണം. സോ നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് നിങ്ങളത് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷെ ഒരിക്കലും ഒരു ദിവസം നമ്മൾ ഏതാണോ അലോ ചെയ്തേക്കുന്നത് അത് കറക്റ്റായിട്ട് പഠിച്ചു പോവുക. അതൊരിക്കലും ഡിലേ വരുത്താനോ അല്ലെങ്കിൽ അത് ഇന്ന് ടൈമില്ല നാളത്തേക്ക് വെക്കാം അങ്ങനെ മാറ്റി മാറ്റി വെച്ച് പോകാനോ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ടൈം ടേബിളിൽ നമ്മൾ 3 ഫെബ്രുവരി തൊട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് മൈക്രോ എക്കണോമിക് തിയറി അനാലിസിസ് ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈക്രോ ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ആ ഒരു തിങ്കളാഴ്ച നമുക്ക് മൈക്രോ എക്കണോമിക്കയുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും അതുപോലെ യൂണിറ്റ് 1 പാർട്ട് 1 അതായത് ബ്ലോക്ക് 1ലുള്ള യൂണിറ്റ് 1ന്റെ പാർട്ട് 1ന്റെ ആ ഒരു വീഡിയോയും നിങ്ങളോട് കാണാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ടൈമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 10:30 AM അതുപോലെ 7:30 PM ആണ്. ഈ ഒരു ടൈമിൽ മേ ബി നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാവാം, ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നീ ആ ഒരു സമയത്ത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കുക. അതല്ല നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത്, ഇനി ഉച്ചയ്ക്കാണെങ്കിൽ ആ ഒരു ടൈമിൽ വീഡിയോ കാണുക. അതല്ല നിങ്ങൾക്ക് ഈവനിങ് ആണ് അല്ലെങ്കിൽ നൈറ്റ് ആണ്, ഏത് സമയമാണോ നിങ്ങൾ ഫ്രീ ആവുന്നത് ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോസ് അതാത് ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോസ് നിങ്ങൾ മുഴുവനായി കണ്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഒരു ദിവസം നമ്മൾ 2 വീഡിയോ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മൈക്രോ എക്കണോമിക് തിയറി അനാലിസിസിന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ യൂണിറ്റ് 1ലെ പാർട്ട് 1 എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ രണ്ടും ആ വീഡിയോ കാണുക. അതിൻ്റെ കൂടെ കൊടുത്തേക്കുന്ന SLM എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്ക് അതുപോലെ വാന് ആ ഒരു മോക്ക് ടെക്സ്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഓരോ ദിവസങ്ങളും നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഓരോ ദിവസങ്ങളിലും 3, 4 അങ്ങനെ എല്ലാ ദിവസങ്ങളിലും നമ്മളിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളിത് കണ്ടോ ഈ റിവിഷൻ ടൈം അതായത് നമ്മളുടെ ആ ഒരു ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ആകുന്ന ആ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുശേഷമുള്ള ആ ഒരു 7th ഫെബ്രുവരി 8th ഫെബ്രുവരി ഈ റിവിഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ദിവസങ്ങളിലായിരിക്കും നമുക്ക് ലൈവ് നടക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ 7th നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് 8th ഉണ്ടായിരിക്കും. അപ്പോൾ ലൈവ് എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റുകൾ, അതായത് ഈ ഒരു 3 യൂണിറ്റുകളിൽ നിന്നും നമുക്ക് പ്രീവിയസ് ഇയറിലേക്ക് ഏറ്റവും ഏത് ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയാസ് ഏതാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ സെക്ഷൻ ആയിരിക്കും ലൈവായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ബ്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ റിവിഷൻസ് ഈ ഒരു ലൈവ് സെക്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇൻ കേസ് ആ ഒരു പറഞ്ഞ ദിവസം നമുക്ക് ലൈവ് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച ഭാഗങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താം. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ സൺഡേയ്സിൽ നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല, ഇതിൽ സൺഡേയ്സിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ കൊടുത്തിട്ടില്ല. അതിനർത്ഥം സൺഡേയ്സ് വെറുതെ ഇരിക്കാം എന്നല്ല. ആ സൺഡേയ്സിൽ നിങ്ങൾക്ക് ആ ഒരു വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം പെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ ഒരു സൺഡേ നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി അതല്ല പെൻഡിങ് ഒന്നുമില്ല, എല്ലാം കംപ്ലീറ്റഡ് ആണ്, എല്ലാ ദിവസവും അലോ ചെയ്തേക്കുന്ന ആ ഒരു ടൈം ടേബിൾ നിങ്ങൾ പക്കയായിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സൺഡേ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ആ ഒരു ആഴ്ചയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും റിവൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ സബ്ജക്റ്റും ഒരുമിച്ചല്ല, നമ്മൾ ആദ്യം ഇവിടെ മൈക്രോ എക്കണോമിക് തിയറിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സബ്ജക്റ്റ് മൊത്തമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മാക്രോ എക്കണോമിക്സ് നമ്മൾ സ്റ്റാർട്ട് ആകുന്നുണ്ട്. മാക്രോ എക്കണോമിക്സ് ഡേ ഇവിടെ നമുക്ക് 18th മാർച്ചിലാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് ആ ഒരു ബുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓരോ ബുക്കും കവർ ചെയ്താണ് പോകുന്നുണ്ടായിരിക്കാം. സോ മൈക്രോ എക്കണോമിക്സും ഈ പറയുന്ന പോലെ ഓരോ ദിവസം നിങ്ങൾക്ക് 2 വീഡിയോ വെച്ചിട്ടാണ് കാണാനുള്ളത്. അപ്പോൾ ഓരോന്നും നമ്മൾ
3 സബ്ജക്റ്റിന്റെയാണ്. അതായത് ഫസ്റ്റ് സെമ്മിൽ വരുന്ന നമുക്ക് 3 സബ്ജക്റ്റിന്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് മൈക്രോയുടെ ടൈം ടേബിൾ ആണ്, അത് കഴിഞ്ഞ് നമുക്ക് മാക്രോ ആണ്, അത് കഴിഞ്ഞിട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ക്ലാസ്സസും കൂടിയാണ് നമുക്ക് വരുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് ടൈം ടേബിൾ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ദിവസം നിങ്ങൾ നോക്കുക. ഇപ്പോൾ നിങ്ങൾ തിങ്കളാഴ്ച നോക്കുക, ഫെബ്രുവരി 3-ാം തീയതി തിങ്കളാഴ്ച ഇന്ന് ഏത് ഭാഗമാണ് എന്നോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്, അതേതാ നോക്കുക. ആപ്പിൽ പോവുക, സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ കണ്ടന്റിൽ പോയിട്ട് വീഡിയോസ് എടുക്കുക, വീഡിയോ കാണുക, അതിലുള്ള മെറ്റീരിയൽസ് വായിക്കുക, പഠിക്കുക. ലെക്ചർ നോട്ട് പോലെയൊക്കെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പം തസ്നിം മാം പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സിലബസ് എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് നമ്മൾ കണ്ടുപോകേണ്ടത്, നമ്മുടെ ടൈം ടേബിൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇതനുസരിച്ച് മാക്സിമം നമ്മുടെ ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഫെസിലിറ്റീസ്, അതായത് വാല്യൂ ആഡഡ് നോട്ടും അതുപോലെ തന്നെ നമ്മുടെ റെക്കോർഡഡ് സെഷൻസും ലൈവ് സെഷൻസും എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇതുവരെ നമ്മുടെ ഓരോ സെഷൻസിലും നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർ ഒരു ആക്ഷൻ ടാസ്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു 3rd സെഷനിൽ നമുക്കൊരു ആക്ഷൻ ടാസ്ക് അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് ഈ ഒരു സെഷന് ശേഷം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. എത്രത്തോളം നമ്മൾ ഈ ഒരു സെഷനിൽ ഇൻവോൾവ് ആയി അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു സെഷൻ മനസ്സിലായി എന്നുള്ളതിന്റെ ഒരു ഔട്ട്പുട്ട് ആണ് ഈ പറയുന്ന ആക്ഷൻ ടാസ്കിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം മസ്റ്റ് ആയിട്ടും ഈ ആക്ഷൻ ടാസ്ക് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ സെഷൻ 3 ഇന്നോവേറ്റ് വിത്ത് ലേൺ ബൈ സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ് എന്ന സെഷന്റെ ആക്ഷൻ ടാസ്ക് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഒരു ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് നോ യുവർ സബ്ജക്റ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിയാലേ നമുക്ക് എത്ര സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമ്മൾ ഈ ഒരു 1 ഇയറിൽ അല്ലെങ്കിൽ 2nd ഇയറിലേക്കൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു സബ്ജക്ട്സ്, അതായത് നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ട ഓരോ സബ്ജക്ട്സും ഓരോ പ്രൊഡക്ട്സ് ആയിട്ട്, അതായത് ഇപ്പൊ ഇവിടെ 8 കോഴ്സസ് ആണ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ ഈ ഓരോ കോഴ്സസും ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. ആ പ്രൊഡക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ആ ഒരു അതിന്റെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു അഡ്വർടൈസ്മെന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ടാസ്ക് ആയിട്ട് വരുന്നത്. അപ്പൊ അതൊന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ലോഗൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ടാഗ് ലൈൻസ് ആവാം, പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാം, വോയിസ് നോട്ട് ആയിട്ട് ഷെയർ ചെയ്യാം. ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു അഡ്വർടൈസ്മെന്റ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതൊരു ടൈം എന്ന് പറയുന്നത് അറൌണ്ട് 30 സെക്കൻഡ്സ് ആണ് ഈച്ച് കോഴ്സിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ. അപ്പം ഈ ഓരോ സബ്ജക്ട്സിനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ആ ഒരു നമ്മുടെ ആ ഒരു കോഴ്സിനെ നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ് നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് വോയിസിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത് വരുന്നത്, സപ്പോസ് യു ആർ എ ടീച്ചർ ആണ്. അതായത് നിങ്ങൾ ഒരു ടീച്ചർ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സസ്, അതായത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് കോഴ്സാണ് നിങ്ങൾ കൂടുതലും അല്ലെങ്കിൽ ഏത് കോഴ്സാണ് നിങ്ങൾ എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് ഏത് കോഴ്സിനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, അതെങ്ങനെയാണ് പഠിപ്പിക്കുന്നുണ്ടാവുക, എന്തുകൊണ്ടാണ് അത് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ ആക്ഷൻ ടാസ്ക് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ആക്ഷൻ ടാസ്ക് നിങ്ങളുടെ കറസ്പോണ്ടിങ് മെന്റർക്ക് ചെയ്തതിന് ശേഷം A4 ഷീറ്റിൽ നോർമലി ചെയ്തതിന് ശേഷം അത് പ്രസന്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷോർട്ട് വീഡിയോ ആയിട്ടോ വോയിസ് നോട്ട് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്.